എൻ്റെ പേര് സുനിൽ ആലഞ്ചേരി. ഞാൻ കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാനം ഡിവിഷനിലേക്കും ളാലം ബ്ലോക്ക് പഞ്ചായത്ത് പൂർണി ഡിവിഷനിലേക്കും മീനച്ചിൽ പഞ്ചായത്ത് 11-ാം വാർഡ് പാലക്കാട് വാർഡിലേക്കും മത്സരിക്കുന്ന എളിയ ഒരു സർവ്വസ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഞാനിവിടെ മത്സരിക്കാൻ വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കാനുള്ള കാരണം എനിക്ക് വിവിധ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ ഈ പോക്കിൽ വിവിധ കാര്യങ്ങളിൽ എനിക്ക് അമർഷങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരൻ്റെ പൗരനും എല്ലാ സ്ഥാനത്തേക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള ബോധ്യം ജനങ്ങളുണ്ടാകണം. ഇവിടുത്തെ MLA ആയിട്ടും MP ആയിട്ടും വിവിധ വാർഡുകളിൽ മത്സരിച്ച് രാജ്യത്തിന് കനത്ത നഷ്ടമുണ്ടാക്കുന്ന ഈ രാഷ്ട്രീയ കിങ്കരന്മാരുടെ തോന്നിവാസത്തിനെതിരെയുള്ള എൻ്റെ ഒരു പോരാട്ടം കൂടിയാണ്. അതോടൊപ്പം കയറിക്കിടക്കാൻ ഇടമില്ലാത്തവൻ്റെയും ഈ നാട്ടിൽ 17 വർഷമായി കയറിക്കിടക്കാൻ തലചായ്ക്കാൻ ഇടമില്ലാത്ത സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായ സാധാരണക്കാരൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് തന്നെ ഇപ്പം കയറിക്കിടക്കാൻ സ്ഥലമില്ല. ഞാൻ പുറമ്പോക്കിൽ ഈ മാടത്തിലാണ് കഴിയുന്നത്. അതും ഒരു സുഖമാണ്. ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ട ശേഷം ഈ മാടത്തിൽ കഴിയുമ്പോഴും എനിക്കിത് സ്വർഗമാണ്. ഇവിടെ പുറമ്പോക്ക് ഭൂമികൾ, ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമികൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുകയാണ് മുതലാളിമാർക്ക്. ഞാൻ പറയുന്നു, ഒരു തൊണ്ട് സർക്കാർ ഭൂമി പോലും, പുറമ്പോക്ക് ഭൂമി ഒരു മുതലാളിക്കും കെട്ടിക്കൊടുക്കാൻ പാടില്ല. ഇത് സർക്കാരിൻ്റെതായിട്ട് സംരക്ഷിക്കണം. ഇവിടെ വാർഡുകളിലേക്ക് മത്സരിക്കുകയാണ്. എന്തിനു വേണ്ടി മത്സരിക്കുന്നു? ശമ്പളം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്മീഷൻ കൈപ്പറ്റാൻ വേണ്ടി. ഇവിടെയൊക്കെ രാജ്യത്തോട് സ്നേഹമുള്ളവരാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം ഈ പഞ്ചായത്തുകളിലെ കക്ഷി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന ജനകീയ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകണമെന്ന് ഞാൻ ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നീതിബോധത്തോടെ രാജ്യ പുരോഗതിക്കായി വിനിയോഗിക്കണം. നമ്മൾ രാത്രികാലങ്ങളിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികരെ നിങ്ങൾ ഓർത്തുവോ? അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തൻ്റെ യൗവനവും തൻ്റെ സുഖസൗകര്യങ്ങളും തൻ്റെ കാമുകിനെയും വിട്ടെറിഞ്ഞ ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളെ നിങ്ങൾ മറന്നുവോ? ഇവിടെ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് രക്തമൂറ്റി കുടിക്കുന്ന ചെന്നായ്ക്കളാണ് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയത്തിൻ്റെ പേരിലും മുട്ടനാടുകൾ കൂട്ടിമുട്ടുമ്പോൾ രക്തമൂറ്റി കുടിക്കുകയാണ് ഈ ചെന്നായ്ക്കൾ. ഇവരെ ഏത് രാഷ്ട്രീയത്തിലാണല്ലോ ഇവർ ഒറ്റക്കെട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ഇങ്ങനെയൊക്കെ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നവരെ നമ്മുടെ സമൂഹം പൊതുവെ മാനസിക രോഗികൾ എന്നാണ് മുദ്ര കുത്താറുള്ളത്. മാനസിക രോഗികളെന്ന് പറഞ്ഞോട്ടെ, വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെല്ലാം മാനസിക രോഗികളാണ്. സോക്രട്ടീസ് പകല് ഒരു മനുഷ്യനെ തേടി മറ്റേ വിളക്ക് കത്തിച്ച് നടന്നപ്പോഴും അദ്ദേഹത്തെ വട്ടനാണെന്ന് പറഞ്ഞു. യേശുദേവനെ കുരിശിൽ കുറ്റി തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോരാടിയ യേശുദേവനെ കുരിശിലേറ്റിയിരിക്കുകയാണ്. അതുപോലെ തിന്മയ്ക്കെതിരെ ആര് പോരാടിയാലും മാറി ചിന്തിക്കുന്നവർ വട്ടന്മാരായിരിക്കുമല്ലോ. മട്ടില്ലാത്തവർക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് കഴുതകളായി, അടിമകളായി അവിടെ കുത്തിക്കോളാൻ പറയുമ്പം അവിടെ കുത്താനും നമ്മളെ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പുറകെ ഇപ്പം തന്നെ രാഷ്ട്രീയങ്ങളില്ല. പാവപ്പെട്ടവൻ്റെ പാർട്ടി, അല്ലെങ്കിൽ തൊഴിലാളിയുടെ പാർട്ടി, മറ്റേ പാർട്ടി മറിച്ച പാർട്ടി എന്ന് പറഞ്ഞിട്ട് തൊഴിലാളിയായിട്ടും നേതാക്കന്മാർ എന്നും മുതലാളിമാരാകുകയാണ്. ഇവിടെ കണ്ടില്ലേ എന്തെല്ലാം അഴിമതികൾ, എന്തെല്ലാം തോന്നിവാസങ്ങൾ. ഇവിടെ ഒരു വാർഡ് മെമ്പർ ഒരു റോഡ് പണിതാൽ, അല്ലെങ്കിൽ MLA പണിതാൽ ഇവൻ്റെയൊക്കെ തറവാട്ട് സ്വത്തിന് എടുത്ത് പണിയുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം കണ്ട. ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, MLA അല്ല, MP അല്ല, ഇവനെ പിന്നെ തെരഞ്ഞെടുത്ത് വിടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ഇതിനു മുമ്പ് ഇത്തരം വ്യത്യസ്തമായ സമര രീതികളല്ല പ്രചാരണ ആയുധങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 വാർഡിൽ മത്സരിക്കാനുള്ള ഒരു കാര്യം എന്താണ്? 3 വാർഡിൽ മത്സരിക്കാനുള്ള കാരണം, ഇന്ത്യയിലെ ഇവിടെ MLA ആയിട്ടും MP ആയിട്ടും പലരും ആ അധികാരത്തിൻ്റെ സുഖം സംരക്ഷിക്കുവാൻ വേണ്ടി ഞാനില്ലെങ്കിൽ ഈ നാടില്ല, ഞാനില്ലെങ്കിൽ ഇവിടെ MLA ഇല്ല, ഞാനില്ലെങ്കിൽ വാർഡ് മെമ്പറില്ല, വേറെ ആരും ഇവിടെ മത്സരിക്കരുതെന്നുള്ള രീതിയിൽ മത്സരിക്കുന്ന ഇവിടുത്തെ വൃത്തികെട്ട ഈ രാഷ്ട്രീയ കുങ്കരന്മാർക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധമാണ്. ഇവിടുത്തെ സാധാരണക്കാരനും പട്ടിണിപ്പാവങ്ങളുമായ ജനങ്ങൾക്കെല്ലാം മത്സരിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള മൂല്യബോധം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകണം. എന്നതുണ്ടാകുന്നോ അന്നേ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാവൂ. അതുപോലെ MLA ആയിട്ട് പല നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ, നമ്മുടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുള്ള ഈ പണം ദൂർത്തടിക്കുന്ന ഈ കിങ്കരങ്ങന്മാർക്കെതിരെയുള്ള എൻ്റെ ഒരു പോരാട്ടം കൂടിയാണ്. ആരോട് ചോദിച്ചു 3 ജയിച്ചാൽ ഞാൻ ഒരിടത്ത് നിലനിർത്തിക്കൊണ്ട് ബാക്കി 2 രാജിവെക്കും. അപ്പം നമ്മുടെ രാജ്യത്തിന് നഷ്ടമല്ലേ? അങ്ങനെയുള്ള ആ നഷ്ടത്തിനൊരു മാറ്റം ഉണ്ടാകണം. ഒരാൾക്ക് ഒരിടത്ത് മാത്രമേ മത്സരിക്കാൻ MLA ആയിട്ടാണേലും
MP ആയിട്ടാണേലും മത്സരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇവിടെ ഉണ്ടാകണം. എൻ്റെ സുഹൃത്ത് ഇന്ത്യ ഒട്ടുക്ക് മത്സരിക്കുന്ന സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം ഇന്ത്യ ഒട്ടുക്ക് പലയിടത്ത് മത്സരിച്ചതിൻ്റെ ഫലമായിട്ട് പല നിയമങ്ങളും മാറ്റിമറിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഈ എളിയ പ്രവർത്തനം ജനങ്ങളിലൊരു മാറ്റമുണ്ടാകട്ടെ, സ്വയം ചിന്തിക്കട്ടെ. നമ്മുടെ മേളിലൊരു നേതാവില്ല, നമ്മൾ തന്നെ നമ്മുടെ നേതാക്കൾ. അല്ലാതെ കുറച്ച് നേതാക്കന്മാരായിട്ട് കുറച്ച് പേരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ എൻ്റെ നേതാവ്, എൻ്റെ മേലിൽ ഒരു നേതാവുമില്ല. താങ്ക് യു. അപ്പോൾ താങ്കളുടെ ചിന്താഗതികൾ, ആശയങ്ങൾ ഇതൊക്കെ. അതോടൊപ്പം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ബ്ലേഡ് കേരളത്തിലെ 60% വരുന്ന ജനങ്ങളെ പീഡിപ്പിക്കുന്ന ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള പോരാട്ടം, ബാങ്ക് കടം മൂലം ദുരിതമനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത സാധാരണക്കാരും പട്ടിണി പാവങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം, അതുപോലെ ഈ പുറമ്പോക്ക് ഭൂമികൾ കെട്ടിയെടുക്കുന്നതിനെതിരെ ക്ഷേത്ര സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള എൻ്റെ പോരാട്ടം, ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ, പൂർണ്ണ ക്ഷേത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിനേക്കർ സ്ഥലമുണ്ടായിരുന്നു, അത് തിരിച്ചു പിടിക്കാൻ പോയതിന് ഞങ്ങളെ ഉൾപ്പെടെ പലരെയും പീഡിപ്പിച്ച ഇവിടുത്തെ രാഷ്ട്രീയ കിങ്കരന്മാർക്കെതിരെയുള്ള പോരാട്ടം. ഈ പോരാട്ടം തുടരും. എൻ്റെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് മരിക്കണമെന്ന് ആഗ്രഹിച്ച് പട്ടാളത്തിൽ പോയാലാണ് ഞാൻ സേവനം ചെയ്ത് തന്നെ മരിക്കുകയുള്ളൂ. എൻ്റെ രാജ്യം, എൻ്റെ മണ്ണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവൻ ഞാൻ ബലിയർപ്പിക്കാനും തയ്യാറാണ്. ഓക്കെ, താങ്ക് യു.